ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 ആഴ്ച ബാംഗ്ലൂർ പോയി തിരിച്ചെത്തിട്ടോ. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ച് ബിസി ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നാണ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടല്ലേ, ഇപ്പോൾ ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ അധികമായി ചൂട്, അധികമായ മാതിരിയാണ് തോന്നുന്നത്. അവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞാനൊരു ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എന്തായാലും ഇങ്ങനെ വേനൽക്കാലല്ലേ, അപ്പോൾ ഞാനൊരു 2 ടൈപ്പ് ജ്യൂസ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന 2 സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന്, ഞങ്ങൾക്ക് ഇവിടെ ചക്ക പഴുത്തു. അപ്പോൾ ചക്ക വറുത്തത് ഞാൻ ഗീതുവിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. അത് ഒരു പ്രാവശ്യം കാണിച്ചതല്ലേ വെച്ചിട്ട് അന്ന് ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ചക്ക വരട്ടും ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയൊന്നും വേണ്ട, ഒരു 5-6 ചോളം എടുത്തിട്ട് ഒരു ജ്യൂസും, പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന മാതിരി മൂവാണ്ടൻ മാങ്ങ ഉണ്ട്, ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ടും ഒരു ജ്യൂസ്. അപ്പം ചക്ക കൊണ്ടും മാങ്ങ കൊണ്ടും കൂടി ഒരു ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം ഞാൻ മാങ്ങ കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. മാങ്ങയുടെ തോലൊന്ന് കളയട്ടെ കേട്ടോ ആദ്യം. അതെ, മൂവാണ്ടൻ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആവരുതേ, അപ്പൊ ഭയങ്കര പുളിയാവും. അപ്പൊ പുളിയില്ലാത്ത മാങ്ങ. മൂത്ത് തുടങ്ങി. വല്ലാതെ മൂത്തിട്ടില്ല, പക്ഷെ ചക്കയാണ് ഇപ്രാവശ്യം കുറവ് കേട്ടോ. മാങ്ങ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ചക്കയാണ് ഇപ്രാവശ്യം. അതെ, ചക്ക ഉണ്ടായതാണെങ്കിൽ നേരത്തെ ഉണ്ടാവും. അതെ, ചക്ക കഴിയും ചെയ്തു. അതായി. പിന്നെ ഇത് തോലൊക്കെ ചെത്തി. ഇനി ഇത് ജാറിലേക്ക് ഇതേമാതിരി ചെറുതായി നുറുക്കിയിട്ട് നമ്മൾ മിക്സിയിലെ ജ്യൂസ് എടുക്കില്ലേ, അതേമാതിരി തന്നെ. അയ്യോ, ഇവിടുത്തെ ചൂട് സഹിക്കാൻ വയ്യട്ടോ, ഭയങ്കര ചൂട്. അതെ, ഇന്നൊരു ക്ലൗഡി ആയതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ചൂട്. അയ്യോ, ഭയങ്കര. ബാംഗ്ലൂരാണെങ്കിൽ തണുത്തിട്ട് അയ്യോ, നട്ടുച്ചയ്ക്കും കൂടി തണുപ്പ്. എന്നുവെച്ചാ ഫ്ലാറ്റിന്റെ ഉള്ളിൽ കേട്ടോ, പുറത്തൊന്നും അത്ര നല്ല വെയിലാണ്, പക്ഷെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ എന്താ അറിയില്ല, എന്തൊരു തണുപ്പാ. എന്റെ കുട്ടികളൊക്കെ ഇവിടെ വന്ന ഓടി പോവും പ്രാവശ്യം, അത്രയും ചൂടാ. മാങ്ങയൊക്കെ ഞാൻ ഇതങ്ങനെ കഷ്ണങ്ങളാക്കിട്ടോ. ഇനി ഇതൊന്ന് ഞാൻ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് തിരിക്കട്ടെ. കുറച്ച് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അടിച്ചെടുത്തിട്ടില്ലേ, അത് ഞാനൊന്ന് അരിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി അരിക്കണം. ഇനി വെള്ളം കൂട്ടണം. അത് ഭയങ്കര ഇതിങ്ങനെ കുടിക്കാൻ പറ്റില്ല, ഇത് ഡൈല്യൂട്ട് ആക്കണം. റോ മാംഗോ ജ്യൂസ്. ഇല്ല, എന്തായാലും നമ്മള് കുടിച്ചു പോവും പുറത്തുനിന്ന്. ഇപ്പൊ ഏറ്റവും അധികം ജ്യൂസ് കടക്കാർക്കാവും തിരക്ക്. ഇപ്പൊ കേട്ടോ, ഞാൻ ജ്യൂസ് എടുത്തു. ഒരു കപ്പ് ജ്യൂസ് ഉണ്ടാവും, നോക്കി നോക്കട്ടെ എത്ര ഉണ്ട്. ഒരു കപ്പന്നെ ഉള്ളു. ഇതിലേക്ക് ഞാൻ ഇത് പിന്നെ കുറച്ചും കൂടി വെള്ളം ഡൈല്യൂട്ട് ആക്കാണ്. പിന്നെ കുറച്ച് ഉപ്പിടുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 3 സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് പുതിനയാണ്, ഒരു 3-4. ഇത് നമ്മളെ ഇവിടെ ഉണ്ടായത് തന്നെയാണ്. ഇത് നല്ല വലിപ്പമുണ്ട്. ഇത് എങ്ങനെയാ ഞാൻ ഉണ്ടാക്കിയത് വെച്ചാല്, ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന പുതിനല്ലേ, അതിന്റെ ഏറ്റവും നല്ല തണ്ട് നോക്കിയിട്ട് കുഴിച്ചിട്ടാ മതി, അപ്പൊ പെട്ടെന്ന് ഉണ്ടാവും. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കിയത്. ഇനി ഇതും ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പുതിനയുടെ വിത്ത് ഉണ്ടെന്ന് നമ്മൾ ഇപ്രാവശ്യം കണ്ട് ഞങ്ങളൊരു നഴ്സറി പോയിട്ട് മേടിച്ചു, പക്ഷെ അത് മുളയ്ക്കണില്ല. ഇനി ഇത് നന്നായി അടിക്കട്ടെ. ഇനി ഇതിലേക്ക് 1-2 ഐസ് ക്യൂബ് ഇടുക.
മാങ്ങാ ജ്യൂസ് റെഡി ആയിട്ടോ. ഇനി ഇതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിന. മാങ്ങാ ജ്യൂസ് റെഡിയായി ഇവിടെ ഇരിക്കട്ടെ. ഇനി ചക്ക കൊണ്ടാണ് കേട്ടോ. ഇനി ചക്കയുടെ ചുളയൊന്ന് എടുക്കട്ടെ. ഇത് നല്ല മധുരമുള്ള ചക്ക കേട്ടോ. പിന്നെ തീരെ നൂലില്ല. നൂലുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ആ ജാറിന്റെ ബ്ലേഡിന്റെ മുകളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കും. അപ്പോഴത് നൂലുണ്ടെന്ന് മനസ്സിലാവുക. ഇതിപ്പോ അതൊന്നുമില്ല. നന്നായി വരട്ടാൻ പറ്റിയ ചക്ക കേട്ടോ. വറക്കാൻ ഒക്കെ പറ്റിയ ചക്കയാണിത്. അപ്പൊ ഇതൊന്നൊരു 5-6 ചുള ഇട്ട് എടുക്കുന്നുള്ളൂ. 5-6 ചുള ഇങ്ങനെ മിക്സിയിൽ ഒന്ന് അരിഞ്ഞിട്ടിടണം. കഴിഞ്ഞെല്ലാം ചക്ക ഇടണതൊക്കെ കാണിച്ചോണ്ട് ഇനി അത് കാണിക്കല്. ഇക്കുറി ചക്ക ഇടണൊന്നും കാണിച്ചില്ല. പക്ഷെ കഴിഞ്ഞ കൊല്ലം ലേറ്റ് ആയിട്ടുണ്ടായി. ജൂലൈയിലൊക്കെയാണ്, നമ്മള് ആഗസ്റ്റിലൊക്കെയാണ് ചക്ക വരട്ടിയതൊക്കെ അല്ലേ. ഇക്കുറി നേരത്തെ ഉണ്ടായിട്ടോ ചക്ക. ജൂലൈയിൽ തുടങ്ങിയത്. അത് നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ചിലവർക്കൊക്കെ ഉണ്ടായി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ ഉണ്ടായിന്ന് മാത്രം. ഒരു 5 ചുളയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്തണം. അപ്പൊ ഞാനൊരു 1/4 മുറി തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ അധികം അങ്ങനെ നമ്മളെ കട്ടിയിട്ട് പാലെടുക്കില്ലേ, അങ്ങനെ എടുക്കണത്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. ചക്ക നമുക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതിൻ്റെ ഏത് ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ചക്ക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എനിക്കൊരു വീക്ക്നെസ് കേട്ടോ. എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. വെക്കൂല. അത് കാര്യ. ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ടാവും. അത് സത്യാണ്. ഇത് ഞാൻ റേഡിയോയിൽ കേട്ട ഒരു റെസിപ്പി കേട്ടോ. ഇപ്പോഴല്ല, കുറേ കാലം മുന്നേ. എന്താ വെച്ചാൽ തേങ്ങാപ്പാല് നല്ല ഹെൽത്തി ആണല്ലോ. ഇനി ഇത് ഇതിലേക്ക് പാർന്നിട്ട് നമുക്ക് അടിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 ചെറിയ കഷ്ണം ശർക്കര ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി അടിക്കുക. ഇപ്പൊ ചക്ക ജ്യൂസ് റെഡിയായിട്ടോ. ഇത് ഒരു ഷെയ്ക്ക് മാതിരിയാണ്, ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതിന്റെ മേലെ ചുക്ക് പൊടിച്ചത് കേട്ടോ. ചക്കയ്ക്ക് ചുക്ക് എന്നല്ലേ പറയാ. അപ്പൊ നമുക്ക് കുറച്ച് ചുക്ക് പൊടിച്ചതും കൂടി മേലെ ഇടാം. ദഹിക്കാനുള്ള ഗ്യാസ് ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ജ്യൂസ് ഐസ് ഇടാം അല്ലേ. ഐസ് 2 ടൈപ്പ് ജ്യൂസ്, റോ മാംഗോ പിന്നെ ജാക്ക് ഫ്രൂട്ട് വിത്ത് കോക്കനട്ട് മിൽക്ക് അല്ലേ. ഒന്ന് ട്രാൻസ്പാരന്റ്. ഇനി അതൊന്ന് കുടിച്ചു നോക്കൂ, എങ്ങനെ ഉണ്ട്. 2 ഒപ്പം കുടിക്കരുത്. 2 ഒപ്പം കുടിച്ച വിവരം അറിയും. ആദ്യം കുറച്ച് കുടിച്ചാൽ മതി. ചക്ക ജ്യൂസ് നോക്കി നോക്കൂ. എന്താ വെച്ചാ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ. നല്ല ഹെവി ആണല്ലേ. ഫുള്ള് ചക്കയുടെ ഒരു ടേസ്റ്റ് വരുന്നില്ലല്ലോ. ഉണ്ടോ? ഓക്കെ. ഇനി മറ്റത് റോ മാംഗോ. എന്താ സുരേഷിന് പറയാനുള്ളത്? ഒരു ചെനച്ച മാതിരിയാണെങ്കിൽ അല്ലേ. അത് ശരിക്കും പച്ചമാങ്ങ കൊണ്ട് തന്നെ ഉണ്ടാക്കുക. അത് അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെ ചക്ക ജ്യൂസ് ആദ്യം കഴിക്കുക? അതെ, ഓക്കെ. അപ്പൊ ഞാന് ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മിക്ക സക്സസ് ആയാലല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 1-2 റെസിപ്പീസൊക്കെ അടുത്തന്നെ വരുന്നതായിരിക്കും. അത് കഴിച്ചോളൂ. കുറച്ച് എനിക്ക് ടേസ്റ്റ് വയ്ക്കും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് കാണണേ. എന്താ വെച്ചാൽ ഒരാഴ്ച ഇടാൻ തീരെ ഭയങ്കര ബിസി ആയിപ്പോയി. അതെ,
അപ്പോൾ അതിന് എല്ലാ എന്താ ഇടുന്ന മാതിരി തന്നെ ആഴ്ചയിൽ 8 ദിവസമായി ഇട്ടിട്ട് തീരെ നേരം കിട്ടിയില്ല, അതാ ഉണ്ടായത്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല, മാക്സിമം ഞങ്ങൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.